ഹായ് ഹലോ. ഇക്കാൻ്റെ കൂട്ടുകാരന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്കും തന്നു. അപ്പോൾ അതൊന്ന് കറി വെക്കാണ്. ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായ നാച്ചുറൽ കൂണാണ് ഇട്ടത്. കീടനാശിനികളൊന്നും അടിക്കാത്ത മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന കൂണായതുകൊണ്ട് തന്നെ അതിൽ പുഴുക്കളണുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് പുഴുക്കളൊക്കെ ചത്തുപോകാനും ഒക്കെ ആയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ആ വെള്ളത്തിൽ കൂണ് നന്നാക്കിയിട്ട് ഇട്ട് വെക്കണം. അപ്പോൾ അതിലുള്ള കണ്ണിൽ കാണാത്ത അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോവും. എന്നിട്ട് നമ്മളതിൽ നന്നായിട്ട് കഴുകി എടുത്താൽ മതി. അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ കൂണ് നന്നാക്കുന്നത് എങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഓരോ അല്ലി പറിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു പാടുണ്ട്, അത് നമ്മൾ ചീന്തിക്കളയണം. എന്നിട്ട് പിന്നെ കൂണിൻ്റെ കാലുമേലും ഒരു തൊലി പോലത്തെ ഉണ്ട്, അതിങ്ങനെ ജസ്റ്റ് ചിരണ്ടി കളയണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതേ കൂണൊക്കെ നന്നാക്കി കഴിഞ്ഞ് കുറച്ച് നേരം മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കഴുകി വാര വെച്ചു. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതാക്കി എരിഞ്ഞ സബോള അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. സബോള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടു, അപ്പോൾ വേഗം വഴണ്ടി കിട്ടും. അപ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് പച്ചമുളക് കീറിയിട്ടിട്ടു കേട്ടോ. ഇനി അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടിയും ചേർത്തു. അതും കൂടി നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ അതും വഴറ്റിയെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി അതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു കേട്ടോ. ആ പൊടികളുടെ ഒരു പച്ച കുത്ത് മാറുന്നത് വരെ നമ്മൾ ഇളക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കൂണ് ചേർക്കാം. അപ്പോൾ നമ്മൾ കൂണൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒക്കെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. വേവാൻ ആവശ്യത്തിന് തുള്ളി വെള്ളം മതി. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് മൂടി തുറന്നിട്ട് നമുക്ക് കൂണൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൂണൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു.